ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതറാണി ടാരോ ഹീലിംഗ് ചാനൽ. നമുക്ക് ഇന്നത്തെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. പിന്നെ ഭഗവാന്റെ ഒരു കാർഡും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ പൂർത്തിയായി പാഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാം എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സ് എല്ലാം നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാമെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വളരെയധികം കഴിവുകളുള്ളവരാണ് നിങ്ങൾ. പിന്നെ നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലം ഏതായിരുന്നാലും അതിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും എന്നാണ് കാണാൻ പറ്റുന്നത്. ഒരു ഹ്യൂജ് സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് കുതിച്ചു പായുന്ന ഒരു എനർജിയിലാണ് നിങ്ങളെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ധൈര്യവും പോസിറ്റീവും എനർജിയും ധാരാളം നിങ്ങൾക്കുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു യൂത്ത്ഫുൾ എനർജിയിൽ നിങ്ങൾ അതിലോട്ട് എത്തിച്ചേരും എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ മണി എപ്പോഴും ടൈറ്റ് ആയിട്ട്, ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ റീഡിംഗ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈറ്റ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു എനർജി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് ചിലവഴിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഒരു പോരാട്ടത്തിന് തയ്യാറായി നിൽക്കുന്ന കോൺഫ്ലിക്റ്റിനൊരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ എനർജി അങ്ങനെ കോൺഫ്ലിക്റ്റിന് വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തിലോട്ട് എത്തിച്ചേരാനുള്ളതാണ്. അത് മാത്രം ഫോക്കസ് ചെയ്യുക. ഈ കോൺഫ്ലിക്റ്റിനെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുക കേട്ടോ. നിങ്ങളുടെ എനർജി ഫുള്ളും നിങ്ങളുടെ പാഷനിലോട്ടും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തോട്ടും ഒക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ അടുത്ത് കാണാൻ പറ്റുന്നത് ജീവിതം നിങ്ങളുടെ പുതിയൊരു തലത്തിലോട്ട് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രതീക്ഷയുടെ സക്സസിന്റെ കാർഡാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കുട്ടികളെ പോലെ നിഷ്കളങ്കമായ ഒരു പുതിയ സ്റ്റേജിലോട്ട് വരുന്നതിൻ്റെ ഒരു എനർജി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പുതിയൊരു തുടക്കം, ഒരു വെളിച്ചമൊക്കെ വരുന്നുണ്ട് ലൈഫിലോട്ട്. ഒരു ക്ലാരിറ്റി, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ കാണാൻ പറ്റുന്നത് നിങ്ങൾ കരിയറിൽ ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫിനാൻഷ്യൽ അബണ്ടൻസ്, അത് പുതിയ ജോബായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ എന്തായാലും ഒരു കാശ് കിട്ടുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അത് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ അതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും എന്നും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഭഗവാന്റെ കാർഡ് എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ആണ്. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഭഗവാനെ പൂർണ്ണമായും ഉറച്ച് വിശ്വസിക്കുക, സറണ്ടർ ചെയ്യാനാണ് പറഞ്ഞത്. എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായും അത് ഭഗവാന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. പിന്നെ വിശ്വാസത്തോടെ അല്പം വെയിറ്റ് ചെയ്യൂ. സകല ചരാചരങ്ങളെയും കാക്കുന്ന ഭഗവാൻ നിങ്ങൾക്ക് സ്നേഹവും കരുതലും പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. നിങ്ങളെ ഭഗവാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്.